ഒരാളെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടും, അയാളെ കണ്ട് ഞാൻ കുറെ പാഠങ്ങൾ പഠിക്കുന്നൊക്കെ കേട്ടിട്ടുണ്ട്. എന്നെ കണ്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇഷ്ടപ്പെട്ട ഒരുപാട് നടന്മാരെ ചെറുപ്പകാലം ചെയ്യാൻ ഭയങ്കര ഒരാളാണ്. നമ്മുടെ ചെറുപ്പകാലം ചെയ്യാൻ ആരെയാണ് കണ്ടുവച്ചേക്കുന്നത്? അങ്ങനെ ആരെങ്കിലും ഉണ്ടാവട്ടെ, തന്നെയാണ് എന്റെ ആഗ്രഹം. കാരണം ഇപ്പോഴും ആരെ വിളിച്ച് നമ്മൾ ചാൻസ് ചോദിച്ചാലും ചെറുപ്പം ഇല്ലടാ എന്റെ സിനിമയിൽ നിന്നാണ് എല്ലാവരും, ചെറുപ്പം മാറി ഒരു വലിപ്പം വേണമെന്നാണ് എന്റെ ഒരു ആഗ്രഹം. ഇതിൽ ഫൈറ്റ് ഒക്കെ ഉണ്ടായിരുന്നില്ല? അത്യാവശ്യം ഇവർക്ക് രണ്ടുപേർക്കും ഫൈറ്റ് ഇല്ല, പുള്ളിക്കാണുള്ളത്. എങ്ങനെയായിരുന്നു ഫൈറ്റ് എക്സ്പീരിയൻസ്? എങ്ങനെയാണ് എക്സ്പീരിയൻസ്? ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഫൈറ്റ് ചെയ്യുന്നത്. സിനിമയിലല്ലാതെ ജീവിതത്തിൽ എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? പണ്ട് ചെറിയ നല്ല ഓടിയിട്ടുണ്ട്. അങ്ങനെയല്ലേ ഇതിൽ വന്നത്. അടി എന്ന് പറഞ്ഞിട്ട് അവസാനം മണ്ണിൽ കിടന്ന് പൊരിഞ്ഞടിയായിരുന്നു. വൈകുന്നേരം എണ്ണിട്ടിക്കാൻ വയ്യാത്ത രീതിയിൽ. ഇതൊക്കെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കണം. എല്ലാം ആദ്യമായിട്ട് തുടങ്ങിയപ്പോൾ നമുക്ക് ഭയങ്കര സ്പിരിറ്റ് ആയിരുന്നു, പക്ഷെ പിന്നെ ഇടികൊണ്ട് ഊപ്പാടൊന്നപ്പോ കഷ്ടമായി പോയി. പിന്നെ സ്പിരിറ്റ് ശരിക്കും ഈ പെറ്റ്സ് ആയിട്ട് സിനിമയിൽ അഭിനയിക്കേണ്ടി അധികം വന്നിട്ടുണ്ടോ? സീരിയലിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഈ പറഞ്ഞ പോലെ പാമ്പായിട്ടുള്ള ഒരു ഇതുണ്ടായിരുന്നു, മേത്ത് കൂടെ ഇങ്ങനെ ഇറങ്ങി പോകുന്നതിന്റെ ഒരു ഒറിജിനൽ പാമ്പ് തന്നെയായിരുന്നു. അത് ഈ പറയുന്ന പോലെ കൊത്തിയിട്ട് നമ്മൾ മയങ്ങി കിടക്കണം. നന്നായി അഭിനയിച്ചിട്ട് മയങ്ങി കിടക്കുന്നത് സത്യത്തിലല്ല, ബോധം പോലെ ഷോർട്ട് ആയിട്ട് വിളിച്ചപ്പോഴാണ് വെള്ളം തെളിച്ചപ്പോഴാ. നമസ്കാരം, വെൽക്കം ടു ജാങ്കോ സ്പേസ്. ഇറ്റ്സ് മീ ശ്രീനാഥ് കെ ജനാർദ്ദനൻ. അപ്പോൾ 2024 തുടക്കത്തിൽ ഒരുപാട് മലയാള സിനിമകളാണ് നമ്മളെ ഞെട്ടിച്ചത്. മലയാള സിനിമ ഇൻഡസ്ട്രീനെ പാൻ ഇന്ത്യൻ ലെവലിൽ എത്തിച്ച ഒരുപാട് സിനിമകൾ 2024 തുടക്കത്തിലുണ്ടായി. അപ്പോൾ 2025 ഇനി എന്തെന്ന് നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ 2025 ഒരുപാട് നല്ല സിനിമകൾ നമുക്കിടയിലേക്ക് എത്തുന്നുണ്ട്. അതിലൊരു സിനിമയാണ് ഓഫ് റോഡ്. അപ്പോൾ ഓഫ് റോഡിന്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ നമ്മളോടൊപ്പം ചേരുന്നത് നമ്മുടെ സ്വന്തം രോഹിത് മേനോനുണ്ട്, നമ്മുടെ നിയാസിക്കുണ്ട്, അരുണേട്ടനുണ്ട്. എല്ലാവർക്കും നമസ്കാരം. അപ്പൊ എന്തായാലും ഞങ്ങൾ എല്ലാവരും ഓഫ് റോഡ് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ പേര് ഞങ്ങൾക്ക് വേറെ ഒന്നും ഒരു കണക്ഷൻ കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ പേര് വെച്ചിട്ടാണ് ഞാൻ തുടങ്ങുന്നത്. ഓഫ് റോഡ്, സത്യത്തിൽ നിങ്ങൾ ഓഫ് റോഡ് കയറിയോ? കയറി. ഓക്കെ, എനിക്ക് അത്രയും കിട്ടിയാൽ മതി. അതിൽ നമുക്ക് തുടങ്ങാം. അപ്പൊ എന്തായാലും നമുക്ക് അരുണേട്ടനെ സ്റ്റാർട്ട് ചെയ്യാം. അരുണേട്ടാ, എന്താണ് ഓഫ് റോഡ്? ഓഫ് റോഡ് എന്നുള്ള പേര് കേൾക്കുമ്പം നമ്മൾ സാധാരണ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഈ വണ്ടി, അതുമായി ബന്ധപ്പെട്ട റേസ്, അങ്ങനെയൊന്നുള്ള സംഭവം അല്ല. പക്ഷെ ഇതിന്റെ കഥ സഞ്ചരിക്കുന്ന വഴികൾ കുറച്ച് റഫാണ്. അതുകൊണ്ടാണ് അങ്ങനെ ഓഫ് റോഡ് എന്നുള്ള അങ്ങനെ ഒരു പേരിട്ടേക്കുന്നത്. ഓക്കെ, അപ്പൊ അടുത്തതായി നമ്മൾ മലയാള സിനിമയിൽ ഒരു നിത്യഹരിത നായകൻ, ഒരു യൗവനം നിലനിർത്തിക്കൊണ്ട് ഒരാളുണ്ട്. അദ്ദേഹത്തിലേക്ക് എത്തട്ടെ. ഇപ്പോഴേ പൊക്കിലിങ്ങണ്ടത് എനിക്ക് തിരിച്ചടി കിട്ടിക്കൊണ്ടിരിക്കും. നിയാസിക്ക, ഇത്രേ ചോദിക്കുള്ളൂ. ഈ ചെയ്തേക്കുന്ന ക്യാരക്ടർ എന്തും ആയിക്കോട്ടെ, നമ്മുടെ ജീവിത ശൈലിയിൽ എന്റെ സ്വഭാവമാണോ ആ ക്യാരക്ടറിന്? അതായത് താങ്കളുടെ സ്വഭാവമാണ്? എന്റെ അല്ല, നിയാസിക്കയുടെ. എന്റെ ആണോ? അപ്പൊ സുഹൃത്തുക്കളെ, സ്വഭാവമല്ല. അല്ല, എന്റെ സ്വഭാവമല്ല, എനിക്ക് ഇഷ്ടമുള്ള സ്വഭാവമല്ല. ഇഷ്ടമുള്ള സ്വഭാവമല്ല, സാഹചര്യത്തിന്റെ സമ്മർദ്ദം മൂലം അങ്ങ് ചെയ്യേണ്ടി വന്നാണ്. അപ്പൊ മനസ്സിലായി ഏകദേശം എന്തായിരിക്കും. അപ്പോ ഞങ്ങൾ കണ്ടേക്കുന്ന നിയാസിക്ക അല്ല പൊതില് അല്ല. ഓക്കെ, അപ്പൊ എന്താണ് ആ ഒരു കഥാപാത്രത്തിന്റെ? അതൊരു ഈ പറഞ്ഞമാര് കുറച്ചിങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിൽ അങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്ന ഒരു ക്യാരക്ടറാണ്. ഇപ്പൊ മണിയണ്ടൊക്കെ ഉണ്ടാവുള്ളായിരുന്നു ഇവിടെ. ഇപ്പൊ അറിയായിരുന്നു സത്യം. അപ്പൊ അതങ്ങനെ ഒരു യാത്രക്കിടെ കണ്ടുമുട്ടുന്ന ഒരു ക്യാരക്ടറാണ് അത്. പിന്നെ അങ്ങനെ ഒരു കഥയുടെ ഭാഗമായിട്ട് അങ്ങനെ മാറിപ്പോകുന്നു. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. ഇനി ഇതാ നമ്മുടെ എനിക്ക് എന്താ അറിയാമോ, എല്ലാ നമ്മുടെ ഇഷ്ടപ്പെട്ട ഒരുപാട് നടന്മാരെ ചെറുപ്പകാലം ചെയ്യാൻ ഭയങ്കര ഒരാളാണ്. നമ്മുടെ ചെറുപ്പകാലം ചെയ്യാൻ ആരെയാണ് കണ്ടുവച്ചേക്കുന്നത്? അങ്ങനെ ആരെങ്കിലും ഉണ്ടാവട്ടെ, തന്നെയാണ് എന്റെ ആഗ്രഹം. കാരണം ഇപ്പോഴും ഈ പറയുന്ന പോലെ എന്നെ ചെറുപ്പത്തിലോട്ടെ വിളിക്കുന്നത്. ആരെ വിളിച്ച് നമ്മൾ ചാൻസ് ചോദിച്ചാലും ചെറുപ്പം ഇല്ലടാ എന്റെ സിനിമയിൽ നിന്നാണ് എല്ലാവരും, ചെറുപ്പം മാറി ഒരു വലിപ്പം വേണമെന്നാണ് എന്റെ ഒരു ആഗ്രഹം. മലയാള സിനിമയിൽ ഒരു സ്ഥിരം ചെറുപ്പക്കാരൻ, ഒരു ഭാഗ്യമുണ്ടാ അല്ലേ? അപ്പൊ എന്താണ് നമ്മുടെ ക്യാരക്ടർ? എന്താണ്? എന്റെ ക്യാരക്ടറിന്റെ പേര് ഫാദർ ജോമോൻ എന്നാണ്. ഈ സിനിമയിലൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറാണ്. അപ്പാനി ശരത് ഉണ്ടല്ലോ, ശരത്തിന്റെ അനിയനായിട്ടുള്ള ക്യാരക്ടറാണ്. ഇതൊരു പള്ളിയിലൊരു അച്ഛനാണ്, കൊച്ചച്ഛനാണ്. അപ്പൊ ഈ പള്ളിയിൽ അച്ഛൻ ഒരു പ്രശ്നത്തിൽ പോയി പെടുകയും ആ പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടി നടക്കുന്ന ഒരു ഫൈറ്റും, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കൺഫ്യൂഷൻ മാറ്റിയെടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് ഒരു ത്രില്ലർ ബേസിസിൽ പോകുന്നൊരു സിനിമയാണ്. എനിക്ക് കറക്റ്റ് കാസ്റ്റിംഗ് ആണെന്ന് ഒരു വളരെ സാധുവായിട്ടുള്ള ഒരു അല്ലേ? അപ്പൊ അങ്ങനെ നിങ്ങളൊക്കെ എങ്ങനെ കാസ്റ്റ് ചെയ്തത്? ഉടലിലെ എന്റെ വേഷം കണ്ടിട്ടാണ് എന്നെ ഈ പടത്തിലേക്ക് കാസ്റ്റ് ചെയ്തേക്കുന്നത്. കുറച്ചൊരു റഫ്നെസ് ഉള്ള ഒരു പരിപാടിയാണ് എൻ്റെ.
ഇതുവരെ ചെയ്തു വന്ന ചെറിയ ചെറിയ വേഷങ്ങളിൽ നിന്ന് കുറച്ചുകൂടെ ഒരു ക്യാരക്ടർ റോളായിട്ടാണ് ഇതിൽ വരുന്നത്. അരുണേട്ടൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് എല്ലാ സിനിമയിലും ഞാൻ അഭിനയിക്കുന്ന പടത്തിലൊക്കെ ഒരാളെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടും, അയാളെ കണ്ട് ഞാൻ കുറെ പാഠങ്ങൾ പഠിക്കുന്നൊക്കെ കേട്ടിട്ടുണ്ട്. നിയാസിക്കനെ കണ്ടിട്ട് എന്താ പഠിച്ചത്? ഈ സിനിമയിൽ നിന്ന് എന്താണ് കണ്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിയാസ്കയിൽ ഞാൻ ഏറ്റവും എന്നെ അട്രാക്ട് ചെയ്യുന്നത് നിയാസ്കയുടെ ഇപ്പോഴും ഉള്ള ചെറുപ്പമാണ്. അതാണ് ഏറ്റവും കൂടുതൽ ആദ്യം ഫസ്റ്റ്. സത്യത്തില് എനിക്ക് ഇത്തിരി പ്രായമുള്ള നല്ല വേഷം കിട്ടരുത് എന്നുള്ള ഉദ്ദേശത്തോടു കൂടെ എന്ത് സാധനം ചെയ്താലും ഒരു പയ്യൻ ലുക്ക് കൊണ്ടുവരികയാണ് അല്ലേ? അപ്പൂപ്പനായില്ലേ? നമ്മുടെ ഓഫ് റോഡ് റെഡി ആവട്ടെ, ഇറങ്ങുമ്പോ അറിയാം. എങ്ങനെയുണ്ടായിരുന്നു ഇവരെല്ലാവരും എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് കുറച്ച് കോമ്പിനേഷനേ ഉണ്ടായിരുന്നുള്ളൂ നിയാസക്കൊക്കെ ആയിട്ട്. അരുൺ ചേട്ടനായിട്ട് എനിക്ക് ഉണ്ടായിരുന്നില്ല, ഫൈറ്റിലാണ്. ആ ഭാഗ്യം എനിക്ക് കിട്ടിയില്ല. ഇനി മേ ബി അടുത്ത സിനിമകളിൽ കിട്ടുന്ന വിചാരിക്കുന്നു. കിട്ടട്ടെ. അതെ, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു, നല്ലൊരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. പ്രത്യേകിച്ച് ഇതിന്റെ ഒരു ഷൂട്ടിംഗ് നടക്കുന്നത് കണ്ണൂർ ഭാഗത്തായിരുന്നു. അവിടെ ഒരു സെറ്റ് ഇട്ട് ഒരു പാറയുടെ പുറത്ത് ഒരു സെറ്റും ആ ഒരു വീടും ആ ഒരു അറ്റ്മോസ്ഫിയറാണ്. അപ്പൊ ഭയങ്കര ചൂടും ആ ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിരുന്നു മൊത്തത്തിൽ. അതിന്റെയൊക്കെ റിസൾട്ട് സിനിമയിൽ ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ. ഈ സിനിമയുടെ ലൊക്കേഷന്റെ കാര്യം, പാലക്കയം തട്ട്, കണ്ണൂർ ഏറ്റവും ചൂടുള്ള സ്ഥലം, ഏറ്റവും ബുദ്ധിമുട്ടാണ് മുകളിലേക്ക് എത്താൻ, വെള്ളം പോലും കിട്ടില്ല ചില സമയങ്ങളിൽ. അപ്പൊ അവിടെ ആ കുറച്ച് നാളുകൾ അവിടെ നിങ്ങൾ എല്ലാവരും കൂടി ഒരു വലിയൊരു ടീം വർക്ക് തന്നെയായിരുന്നു ഈ സിനിമ, അല്ലേ? അപ്പൊ അതിന്റെ മുകളിലേക്കുള്ള യാത്രകളും ആ അനുഭവങ്ങളൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? അത് ഈ പറഞ്ഞ പോലെ ഞങ്ങള് ആ ഒരു ഇത്രയും ഒരു ആളുകൾ മാത്രമാണല്ലോ അവിടെ. അതിനുവേണ്ടി അങ്ങനെ സ്ഥിരം ഇങ്ങനെ സഞ്ചാരമുള്ള സ്ഥലം തന്നെ. സ്വാഭാവികമായിട്ട് അത്തരം സ്ഥലത്ത് എത്തിപ്പെടുമ്പോ അവിടെ ഉള്ള ഒരു ഉറുമ്പിനെ പോലും നമ്മൾ സുഹൃത്തുക്കളാകും. നമ്മുടെ ഒരു മെന്റൽ ഇത് ആയി തീരുമല്ലോ. ആ ഒരു സൗഹൃദം ശരിക്കും പറഞ്ഞാൽ നോർമലി നമുക്കൊരു ലൊക്കേഷനിൽ കിട്ടുന്നതിനേക്കാൾ വളരെ വലുതായിരുന്നു. കാരണം അവിടെ ഞങ്ങൾ മാത്രമേ ഉള്ളൂ, നമ്മുടെ ലോകം, അല്ലേ? അപ്പൊ അവിടെ എത്തിപ്പെട്ടതിന് ശേഷമുള്ള ഒരു പിന്നീട് ഉണ്ടായിട്ടുള്ള ഒരു കൂട്ടുണ്ട്. അത് വളരെ മനസ്സ് തുറന്ന് ശരിക്കും സത്യസന്ധമായിട്ടുള്ള ആക്ടിങ് ഇല്ലാത്ത ഒരു പെരുമാറ്റം നമുക്ക് ഓരോരുത്തരുടെ കയ്യിൽ നിന്നും കിട്ടിയിരുന്നു. കാരണം വെള്ളം കുടിക്കാൻ സാധിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി മാത്രമല്ല പലപ്പോഴും നമുക്ക് ഈ ലൊക്കേഷനിൽ ഫോണൊന്നും ഉപയോഗിക്കാൻ പറ്റാത്ത സ്ഥലമാണ്, റേഞ്ച് ഇല്ലാത്തത്. അപ്പൊ അവിടെ പല സംഗതികളും നമ്മൾ വിചാരിച്ച സമയത്ത് എത്തില്ല. ഫുഡ് പോലും അങ്ങനെയുള്ള ഒരു റിസ്ക് വന്നപ്പോ ഡയറക്ടർ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് അദ്ദേഹത്തിന്റെ വീട്ടിൽ പല ദിവസങ്ങളിലും. അത് ഈ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് ഒരു കുടുംബം പോലെ ആയി തീർന്നു. അത് കുറച്ച് ദിവസം കഴിഞ്ഞു. ഞാൻ വളരെ കുറച്ച് ദിവസം ഉണ്ടായുള്ളൂ, പക്ഷെ ആ ഒരു കുറച്ച് ദിവസം എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ഓഫ് റോഡിലൂടെയുള്ള യാത്രയും ഇതിന്റെ മുകളിലൊക്കെ ആയിരുന്നു. ആ റോഡ് വഴി ഇങ്ങനെ മേപ്പോട്ടുള്ള പോക്ക് ഭയങ്കര. ആരാണ് ജീപ്പ്? അവിടെയുള്ള ആളുകൾ തന്നെയാണോ? അല്ലെങ്കിൽ അല്ല, ഇതിപ്പം നമ്മുടെ പടത്തില് ജീപ്പ് ഓടിക്കുന്നത് പരിസരത്ത്. ആരാ കൂടെ ഇരുന്നേ? അപ്പൂടെ മുമ്പിലിരുന്ന് ഞാൻ രീതിയിൽ ഞാൻ പെട്ടെന്ന് എടുത്ത് ചാടാൻ പറ്റുന്ന രീതിയിൽ അപ്പനേട്ടൻ ഇപ്പൊ ഈ വണ്ടി ഓടിക്കാൻ നിർത്തും നിങ്ങളുടെ മനസ്സിലെന്താ? അപ്പാനി അങ്ങനെ ഓഫ് റോഡിലൂടെ വണ്ടി ഓടിച്ചു പോണ ആളൊന്നല്ല, പക്ഷെ നന്നായിട്ട് ചെയ്തു. അല്ല, ഫസ്റ്റ് ഇത് നന്നായി ആഫ്റ്റർ റിസൾട്ട് ആണ് ഇപ്പൊ പറയുന്നത്. നമ്മൾ കേറി ഇരുന്ന് കഴിഞ്ഞപ്പോ ആദ്യം ഇതോടുകൂടി അങ്ങനെ ഒരു ചിന്ത വന്നത്. അപ്പാനി ഡ്രൈവിങ്ങിനെ കുറിച്ചൊക്കെ പറയുമ്പോഴും നമുക്കുള്ളില് അല്ലേ പുള്ളി ഒന്നും അറിയാത്ത. പുള്ളി പക്ഷെ ആദ്യമേ കേറി ഇരുന്നപ്പോ ആദ്യം നല്ല കോൺഫിഡന്റ് ആയിരുന്നു. പക്ഷെ ഇടയ്ക്ക് വെച്ചിട്ട് വണ്ടി ഒന്ന് നിൽക്കുകയൊക്കെ ചെയ്തപ്പോ നമുക്കൊരു നല്ല പേടി ഉണ്ടായിരുന്നു. കാരണം എന്താണ് ഇനി സംഭവിച്ചത്? കല്ലിന്റെ പുറത്തിരിക്കാണ് വണ്ടി, ക്ലച്ച് എടുത്തു കഴിഞ്ഞാൽ നിരങ്ങും, ബാക്കിലോട്ട് നിരങ്ങും. അപ്പൊ ബാക്കിൽ തൊട്ട് പുറകില് ക്യാമറ പരിപാടിയൊക്കെ ആയിട്ട് നിൽക്കുകയാണ് ആളുകൾ. അങ്ങനെ പേടിയുണ്ടായിരുന്നു. പക്ഷെ പുള്ളി പക്ഷെ ഭയങ്കര എക്സ്പെർട്ട്. അന്ന് വിളിക്കാത്ത ദൈവങ്ങളുണ്ടാവില്ലേ എല്ലാവരും. ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ നമ്മള് പഴയ ഡയറക്ടേഴ്സിനോടൊക്കെ സംസാരിക്കുമ്പോൾ പണ്ടൊരു ഐക്യം ഉണ്ടായിരുന്നു സെറ്റിലൊക്കെ. ഇപ്പൊ ഒടുവിലേട്ടനും പപ്പേട്ടനും എല്ലാരും കൂടി വട്ടം കൂടിയിരുന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ട് ഇങ്ങനെ കിടന്നിട്ടൊക്കെ ഓരോ കോമഡി ഉണ്ടാക്കാന്ന് പറയാം. അപ്പൊ അതേപോലെ ഒരു ഐക്യം നമുക്ക് പക്ഷെ അവിടെ കോമഡിക്ക് പകരം കള്ളം ചോദിക്കലായിരുന്നു. ഇപ്പൊ ആലോചിക്കുമ്പോ കോമഡി ആയിട്ട് തോന്നുന്നുണ്ട് അന്നത്തെ സംഭവങ്ങളൊക്കെ. ശരിക്കും വെയിലൊക്കെ
എക്സ്ട്രീം ചൂടായിരുന്നു. അതെല്ലേ, ഭയങ്കര ശരിക്കും നമ്മള് മലമ്പ്രദേശം എന്ന് പറയുമ്പോ ആ ഭാഗത്തേക്കാണെങ്കിൽ തണുപ്പൊക്കെ ഉണ്ടാവും, അപ്പുറത്തേക്ക് എന്ന് പറയുമ്പോൾ നല്ല അത് ചൂടായിരിക്കും. കറക്റ്റ് മെയ് മാസം അതിന്റെ ലാസ്റ്റ് പീരീഡില് ചൂട് അങ്ങേറ്റം നിൽക്കുന്ന സമയത്ത് സൂര്യനായിട്ട് നേരിട്ട് കണ്ട് സംസാരിക്കാൻ പറ്റും. ഒരു ദിവസം പിന്നെ നൈറ്റ് ഉണ്ടാവും, അത് നല്ല രസമായിരുന്നു. സോങ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി. ആ ഒരു ഈവനിങ് ടൈം ഒക്കെ നമുക്ക് കിട്ടി, പുറത്തേക്കുള്ള കാഴ്ചയൊക്കെ നല്ല രസമായിരുന്നു. അവിടെ ഒരു ദിവസം അങ്ങനെ കിട്ടി. നൈറ്റ് അവിടുത്തെ നാട്ടുകാരുടെ സപ്പോർട്ട് ഭയങ്കരമായിരുന്നു അല്ലേ? നാട്ടുകാരുടെ സപ്പോർട്ട് നമ്മൾ എടുത്തു പറയണം. കാരണം വെച്ച് കഴിഞ്ഞാൽ അവര് ഷാച്ചേട്ടൻ്റെ സ്ഥലം കൂടെ ആയതുകൊണ്ട് കണ്ണൂർ ആ നാട്ടുകാർ ഭയങ്കരമായിട്ട് ഷാച്ചേട്ടന് കൊടുക്കുന്ന, അതായത് നമ്മുടെ സംവിധായകന് കൊടുക്കുന്ന ആ ഒരു സ്നേഹവും എല്ലാ കാര്യങ്ങളും നമുക്കും കിട്ടും. ഷൂട്ടിന് ഫുൾ നല്ല സപ്പോർട്ടായിരുന്നു എല്ലാവരുടെയും ഭാഗത്ത് കിട്ടി. അവിടെ പള്ളിയൊക്കെ നമുക്ക് ഷൂട്ടിന് വേണ്ടി ഒഴിഞ്ഞ് ഇങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. ഞായറാഴ്ചയിലെ രണ്ടാമത്തെ കുർബാന തന്നെ വേണ്ടെന്ന് വെച്ചിട്ട് ഒരു പള്ളി വിട്ടു. കുർബാന അത് ആക്ച്വലി ഇതിലൊരു സോങ് ഉണ്ട്. ആ സോങ് ഇതിന്റെ ടൈറ്റിൽ സോങ് പോലെയാണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സോങ് ആണ്. അപ്പൊ ഒറിജിനൽ ആയിട്ടുള്ള ഈ വിശ്വാസികളുള്ള സമയത്ത് തന്നെ ഇത് പോയി ഷൂട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ പ്ലാൻ ചെയ്തു. അത് എത്രമാത്രം നടക്കുന്ന ഉറപ്പുണ്ടായിരുന്നില്ല. പക്ഷെ ആ സമയത്ത് അവിടെ പോയപ്പോ അവരും അതിന് സപ്പോർട്ടീവ് ആയിട്ടുള്ള രീതിയിലാണ്. അത്ര ആൾക്കാരും ആൾക്കാരും ഒപ്പം അവിടുത്തെ അങ്ങനെ ഒരു ക്രൗഡ് കിട്ടണമെങ്കിൽ എളുപ്പമല്ലല്ലോ. പിന്നെ നമ്മള് അതെ ഒന്ന് ആളുകളെ അവിടെ എത്തിക്കണം, കോർഡിനേറ്റ് ചെയ്യണത് ചില്ലറ കാര്യമല്ല. പക്ഷെ അത്രയും സപ്പോർട്ട് ഉണ്ട്. അപ്പൊ ആ നാട്ടുകാരോട് വലിയൊരു താങ്ക്സ് പറയാനാണ്, ഇത്രയും കലാകാരനെ സപ്പോർട്ട് ചെയ്തതിന് അല്ലേ. നല്ല ആളുകളാണ്. ഇതിൽ ഫൈറ്റ് ഒക്കെ ഉണ്ടായിരുന്നില്ല അത്യാവശ്യം? ആർക്കെങ്കിലും ഇവർക്ക് ഞാനും ജോസൂട്ടിയും കൂടെ ഒരു ഫൈറ്റ് ഉണ്ട്. എങ്ങനെയായിരുന്നു ഫൈറ്റ് എക്സ്പീരിയൻസ്? എങ്ങനെയാണ് എക്സ്പീരിയൻസ്? ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഫൈറ്റ് ചെയ്യുന്നത്. സത്യം പറയണം, സിനിമയിലല്ലാതെ ജീവിതത്തിൽ എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ജീവിതത്തിൽ പണ്ട് ചെറിയതല്ലൊക്കെ ഓടിയിട്ടുണ്ട്. അങ്ങനെയല്ലേ ഇതിൽ വന്നത്? കൊണ്ടും കൊടുത്തോളം ഞാനിവിടെ എത്തിയത്. ഞാനത് ഒരു ദിവസം രാവിലെ ഇതുപോലെ ചെന്നപ്പോൾ ഭയങ്കര പനിയെന്ന്, ഭയങ്കര പനിയായിട്ടിരിക്കുന്ന ദിവസമാണ്. ചെല്ലുമ്പോഴാണ് പറയുന്നത് ഇതുപോലെ ഫൈറ്റ് ആണെന്നുള്ളതായിരിക്കും. അന്നത്തെ ദിവസം വൈകുന്നേരം 5:30 വരെ ഫൈറ്റായിരുന്നു. ഫൈറ്റ് ഇപ്പോൾ നമ്മുടെ അഷ്റഫ് ഗുരുക്കളാണ് ഫൈറ്റ് മാസ്റ്റർ. അപ്പോൾ പുള്ളി ചെന്നപ്പോൾ പറഞ്ഞു, ഞാൻ പറയുന്നത് എനിക്ക് വയ്യ, ആ കുഴപ്പമില്ല ചെറിയൊരു ഉന്തുന്നള്ളൊക്കെ ഉള്ളെന്ന് പറഞ്ഞു. പക്ഷെ തുടങ്ങി കഴിഞ്ഞപ്പോൾ പുള്ളി കട്ട് പറഞ്ഞെല്ലാം നമുക്ക് നിർത്താൻ പറ്റുള്ളൂ. അടി എന്ന് പറഞ്ഞിട്ട് അവസാനം മണ്ണിൽ കിടന്ന് പൊരിഞ്ഞടിയായി. വൈകുന്നേരം ആയപ്പോൾ എണ്ണിറ്റിക്കാൻ വയ്യാത്ത രീതിയിൽ പരിക്കൊല്ലും പറ്റിയത്. പരിക്കൊക്കെ ഉണ്ട്, ഇപ്പോഴും ഷോൾഡറിൽ വന്ന ഇഞ്ചുറി ഒക്കെ ഇപ്പോഴും ഉണ്ട്. ഓക്കെ, ഇതൊക്കെ ഒരു സ്പോർട്സ് മാൻ സ്പിരിറ്റിൽ എടുക്കണം. ആദ്യമായിട്ട് തുടങ്ങിയപ്പോൾ നമുക്ക് ഭയങ്കര സ്പിരിറ്റ് ആയിരുന്നു. പക്ഷെ പിന്നെ ഇടി കൊണ്ട് കഷ്ടമായി. പിന്നെ സ്പിരിറ്റ് തുടങ്ങി. ഇനി അത് ഇപ്പൊ പല സ്റ്റേജുകളും കയറി ഇറങ്ങിയിട്ടുള്ളതാണ്. എപ്പോഴെങ്കിലും ഒരു സ്റ്റേജിന് ഇടി ഏറ്റവും കൂടുതൽ കാണുന്നത് സ്റ്റേജിൽ പരിപാടി ചെയ്യുമ്പോഴാണ്. പലരും പറഞ്ഞത് ഗാനമേളയുടെ പാട്ടൊക്കെ തുടങ്ങുമ്പോഴത്തേക്കും പിന്നെ പൊടി വറക്കണത് കാണാറെന്ന് പറയാം. അങ്ങനെ തല്ല് കണ്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? ഈ നമ്മുടെ പ്രോഗ്രാമുകൾക്കൊന്നും അങ്ങനെ ഉണ്ടെങ്കിലും ഞാൻ പറയില്ല. അങ്ങനെ ഒരു അനുഭവം നേരിട്ടുണ്ടായില്ല. പക്ഷെ ഈ നമ്മുടെ എടപ്പാള് ഭാഗത്താന്ന് തോന്നുന്നു. എടപ്പാള് ഭാഗത്ത് ഇതേപോലെ ഒരു ഷോ നടക്കുമ്പോ അന്ന് ഒരു പ്രത്യേക ഒരു ഐറ്റം ആയിരുന്നു ഈ നമ്മുടെ സ്നേക്ക്, ഈ പാമ്പുകളൊക്കെ കൊണ്ടിങ്ങനെ ഒരു പരിപാടി. പാമ്പുകളൊക്കെ ഇങ്ങനെ സ്റ്റേജിൽ മലമ്പാമ്പ്, മൂർക്കൻ, പലതരം പാമ്പുകള്. അങ്ങനെ ഒരു ഷോ, അതന്ന് ഒരു വലിയ ക്രൈസ് ആയിരുന്നു ആൾക്കാർക്ക് അത് ആ ഷോ കാണാനായിട്ട്. അങ്ങനെ നമ്മുടെ ഈ ഷോയ്ക്ക് നമ്മൾ അതും ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കോയമ്പത്തൂരുള്ള ഒരു പാർട്ടിയാണ്. അതാണ് പുള്ളി ഇതിങ്ങനെ ഓരോ ബാഗിൽ നിന്നാണ് എടുക്കുന്നത്. ഈ ബാഗിൽ നിന്ന് ഓരോ പാമ്പിനെ ഇങ്ങനെ എടുത്ത്, അപ്പൊ പാമ്പിനെ ഇങ്ങനെ തോളിലിടുക. അപ്പോ ആൾക്കാർ കൈകെട്ടി സംഭവം കാര്യങ്ങൾ ഇതിന്റെ ഇടയിലൊക്കെ അങ്ങനെ വളരെ ആരവത്തോടുകൂടെ ഇങ്ങനെ ഈ ഷോ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ഈ സ്നേക്സ് ഷോ നടക്കണതിന്റെ ഇടയില് ഒരു പാമ്പ് ഓഡിയൻസ് ഇറങ്ങിയിട്ട് ഒരാള് പാമ്പ് എന്നൊരൊറ്റ ഡയലോഗ് പിന്നെ മൊത്തം ഇളകി. പിന്നെ കസാര വലിക്കണ്, കസാരന്റെ മുകളിൽ കൂടെ ചാറിന്, സൈഡിലുള്ള ട്യൂബ് പൊട്ടണ്. അല്ല ഈ നേരത്തെ പാമ്പെടുത്തക്കാരൻ അല്ല ഈ പാമ്പിനെ വെച്ച് കളിക്കുന്ന ആൾ എന്താ ചെയ്യുന്നത്? ബാക്കി കയ്യിലും പാമ്പല്ലേ? പറ്റും ഇതെന്ന് പറഞ്ഞ ഇറങ്ങി പോയി എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് പറഞ്ഞൂടാ. ഇതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് വേറെ ആൾക്കാരൊന്നും ഇല്ല അവിടെ. നമുക്ക് പോയിട്ട് പാമ്പിനെ തുടങ്ങി വേറെ എന്തെങ്കിലും സാധനമാണെങ്കിൽ അത് ചേട്ടാ അതെ എടുത്തിട്ട് തുടങ്ങും. ഇത് പാമ്പിനെ പിടിക്കാൻ പറ്റുമോ? അങ്ങനെ പറഞ്ഞാലും
അപ്പൊ പിന്നെ ജീവിതത്തിൽ അങ്ങനെ ഒരു ഷോ നമ്മൾ സ്റ്റേജിൽ വെച്ചിട്ടില്ല. അതൊരു വല്ലാത്തൊരു അനുഭവമായിരുന്നു. മതിയല്ലോ ഒരെണ്ണം. പിന്നെ അല്ല ഷോ അതോടുകൂടി കൊളോ ആയോ അല്ലെങ്കിൽ പിന്നെ കംപ്ലീറ്റ് അത് അവിടെ സ്റ്റോപ്പായി. അയ്യോ ആളുകളൊക്കെ എന്നിട്ട് പോയി ഫാമിലിയൊക്കെ ആയിട്ട് പിന്നെ പാമ്പെല്ലാം ഇറങ്ങി പോയേക്കുന്നേ. പിന്നെ എന്താ വെച്ചാൽ ഏകദേശം കഴിയാറായ സമയത്തൊക്കെ ആയിരുന്നു അത്. നമ്മളുണ്ട് അത്രയും പ്രോഗ്രാം ചെയ്തു. ഓക്കെ ഓക്കെ. ശരിക്കും ഈ പെറ്റ്സ് ആയിട്ട് സിനിമയിൽ അഭിനയിക്കേണ്ടി അധികം വന്നിട്ടുണ്ടോ? നോക്കി പട്ടികളായിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ആനയോ അങ്ങനെ എന്തെങ്കിലും അങ്ങനെ പേടികൾ ആരെങ്കിലും ഉണ്ടോ ഇതില്? ഞാൻ ആക്ച്വലി ഒരു സീരിയല് ചെയ്തിട്ടുണ്ടായിരുന്നു, പഴശ്ശിരാജ എന്നായിരുന്നു സീരിയലിന്റെ ചാനലിലായിരുന്നു. അതിൽ ഈ പറഞ്ഞ പോലെ പാമ്പായിട്ടുള്ള ഒരു ഉണ്ടായിരുന്നു, മേത്ത് കൂടെ ഇങ്ങനെ ഇറങ്ങി പാമ്പ് തന്നെയായിരുന്നു. ഇതേപോലെ തന്നെയാണ്, ബാഗിൽ നിന്ന് എടുക്കുന്നു, വരുന്നു, അവിടെ നിന്ന് ഇങ്ങനെ കാണിക്കുന്നു, ആ പാമ്പ് ഇങ്ങനെ കയറി പോകുന്നു, അത് ഒന്നും ചെയ്യാതെ കയറി പോകും. അത് അവര് അതിന്റെ ട്രെയിനേഴ്സ് ഉണ്ട്, ആൾക്കാരുണ്ട്. എന്ത് ട്രെയിനേഴ്സ് ഉണ്ടെങ്കിലും വളരെ പറയുന്നത് ഞാൻ ഒരു ഇതിനൊക്കെ തൊടുക എന്ന് പറയുന്നത് എനിക്കാണെങ്കിൽ ഏറ്റവും പേടിയുള്ള സാധനമാണ് പാമ്പ്. പാമ്പല്ലേ? എനിക്ക് ഭയമല്ല, അതായത് അതിനെ തൊടുക എന്നൊക്കെ പറയുന്നത് എനിക്ക് അത്ര ചിന്തിക്കാൻ പോലും പറ്റില്ല. അതെങ്ങനെ അത് പറഞ്ഞ പോലെ കുത്തിയിട്ട് നമ്മൾ മയങ്ങി കിടക്കണം, നമ്മൾ ഈ വിഷം ഇതാക്കിയിട്ട് ഇങ്ങനെ മേത്തെ കൂടെ കയറി പോകുന്ന ഒരു സീക്വൻസ് ആണ്. കണ്ണോർ നോക്കാനും പറ്റൂല, മയങ്ങി കിടക്കല്ലേ, എങ്ങോട്ടാ വരുന്നത് അറിയാൻ പറ്റും. നന്നായി അഭിനയിച്ചിട്ട് മയങ്ങി കിടക്കുന്നത് സത്യത്തിന്റെ ബോധം ഷോർട്ട് ആയിട്ട് വിളിച്ചപ്പോഴാണ് വെള്ളം തെളിച്ചപ്പോഴാ കട്ട് പറഞ്ഞിട്ട് എഴുന്നേക്കില്ല, എന്താ അഭിനയം. അയ്യോ കൂടിപ്പോയി. ഈ ശരിക്കും സിനിമയിൽ പാട്ട് പാടി ഡാൻസ് കളിക്കുന്ന ഒരു ടാസ്ക് ആയിട്ട് തോന്നിയിട്ടുണ്ടോ? ഈ പടത്തിൽ അനുഭവിച്ചത് എങ്ങനെയുണ്ടായിരുന്നു? ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്നിട്ട് ഡാൻസ് ഉണ്ടായിരുന്നു. ഒരു പരിതാപകരമായിട്ടുള്ള ഡാൻസ് എനിക്കും മമ്മൂട്ടിക്കൊക്കെ ഡാൻസ് കൊടുക്കാൻ അത് കുഴപ്പം തോന്നില്ല. പക്ഷേ കൊറിയോഗ്രാഫർ ഇതിന്റെ ക്ലൈമാക്സിൽ ഞങ്ങൾ എല്ലാവരും പെട്ടുന്നുള്ള അങ്ങനെ ഒരു നിലപാടുള്ള ആളെ നമ്മളെ കുറിച്ചൊന്നും ആരും അങ്ങനെ ചിന്തിക്കാൻ ഞാൻ എങ്ങനെയും ഒഴിഞ്ഞു മാറാമെന്ന് നോക്കി, പക്ഷെ സംഭവിച്ചില്ല. നമ്മൾ കയറി കളിക്കേണ്ടി ഡാൻസ് ഇഷ്ടമാണ്, പക്ഷെ ചെയ്യാനും ഇഷ്ടമാണ്. പക്ഷെ നമ്മളെ കൊണ്ട് അത് ചെയ്യിച്ച് നാട്ടുകാരെ കാണിക്കാന്നുള്ളത് നമുക്ക് എവിടെയെങ്കിലും സ്റ്റേജിൽ എവിടെയെങ്കിലും ചെറുപ്പത്തിൽ എവിടെയെങ്കിലും ഡാൻസ് കളിച്ചിട്ടുണ്ടോ? ഞാൻ കളിച്ചിട്ടുണ്ട്. ചെറുപ്പത്തിലോ ഓണാഘോഷ പരിപാടിക്ക് ഓണാഘോഷ പരിപാടിക്ക് നാട്ടിൽ ബ്രേക്ക് ഡാൻസ് അന്ന് ഹരമായിരുന്ന ഒരു പാട്ട് ഏതായിരുന്നു? പാട്ടൊന്നും ഓർമ്മയില്ല. അന്നേരം ഇംഗ്ലീഷ് പാട്ടിടും, നമ്മൾ എന്തൊക്കെയോ കാണിക്കും. ഇങ്ങനെ ഇംഗ്ലീഷ് കോളേജില് ഇതിൽ കളിച്ചിട്ടുണ്ട്. പിള്ളേർ പോയി ഇറങ്ങി ഓടിയിട്ടുണ്ട്. പ്രോത്സാഹനം അവിടെ നിന്ന് കിട്ടി തുടങ്ങിയതാ. ഇതാണ് നേരത്തെ പറഞ്ഞല്ലേ, ഒരുപാട് കൊണ്ടും കൊടുത്തു. അങ്ങനെ ഓടിയതിനു ശേഷം പിന്നെ അത്തരം ഓട്ടങ്ങൾ ഡാൻസിലേക്ക് കൊണ്ടുവന്നു, ഡാൻസിന്റെ ഭാഗമാക്കി മാറ്റി. പുറകോട്ടോടെ മൂൺ വാക്കായി. അങ്ങനെയാണ് അങ്ങനത്തെ ചില സ്റ്റെപ്പുകൾ ഡാൻസിൽ വന്നത്. ഡാൻസ് കളിച്ചു? ഞാൻ ഡാൻസ് അത്യാവശ്യം കളിച്ചിട്ടുണ്ട്. ഇനി ഇപ്പൊ ഇവരെ വെച്ചോണ്ടൊരു സിനിമ എടുക്കുകയാണെങ്കിൽ ഇവർക്ക് എന്ത് ക്യാരക്ടർ ആയിരിക്കും കൊടുക്കുക? എന്ത് ക്യാരക്ടറാ കൊടുക്കുക? എടുക്കും കേട്ടാ, എന്റെ മനസ്സിലുണ്ട്. എന്ത് നിയാസക്ക് എന്നും എപ്പോഴും നമുക്ക് മിനി സ്ക്രീനിൽ കണ്ടിട്ടുള്ള ആ ഒരു രജിസ്റ്റേർഡ് ക്യാരക്ടർ ഉണ്ട്. നമുക്ക് എവിടെ കണ്ടാലും എങ്ങനെ കണ്ടാലും എനിക്ക് തോന്നുന്നു ഈ സിനിമയുടെ ഷൂട്ടിങ്ങിന് പോലും നമുക്ക് പുള്ളി സാധാ ഒരു ലുങ്കിയും ഇതൊക്കെ കൊടുത്തിട്ട് വന്നാലും നമ്മുടെ മനസ്സിൽ ആ ടച്ചിലൊക്കെ ഇങ്ങനെ സംസാരിക്കണം. ഇത് തന്നെ നമ്മുടെ മനസ്സിൽ എന്നും എനിക്ക് തോന്നുന്നു ഞാൻ സിനിമ എടുക്കുകയാണെങ്കിലും അങ്ങനത്തെ ഒരു ക്യാരക്ടർ ആയിരിക്കും. സിനിമയുടെ പേര് ബ്രേക്ക് ഡാൻസ് ഒരിക്കലും ഇടൂല. എനിക്ക് നിയാസ്കയില് കണ്ടൊരു കാര്യം, നിയാസ്ക്ക് ഗംഭീരമായിട്ട് വില്ലൻ വേഷം ചെയ്യാൻ പറ്റും. നല്ല ട്രാൻസ്ഫോർമേഷൻ വരും, ഉഗ്രമായിട്ട് ചെയ്യാൻ പറ്റും. നിയാസ്ക്ക് അത് ഈ പടത്തിന്റെ ഒരു അതിന്റെ ഒരു ഫ്ലേവർ വന്നിട്ടുണ്ട്. ആ സാധനം ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് നിയാസ്ക്കയുടെ ഫേസിൽ നിന്നും അങ്ങനെ ഒരു സാധനം. അപ്പൊ എനിക്കത് മനസ്സിലായി, നിയാസ്ക്ക് ഗംഭീരമായിട്ട് വില്ലൻ വേഷം ചെയ്യാൻ പറ്റും. ഫിസിക് കൊണ്ടല്ല, പക്ഷെ പുള്ളിയുടെ ആ ഒരു സാധനം, ഒരു ആറ്റിറ്റ്യൂഡ് കൊണ്ടും എല്ലാം കൊണ്ടും. ഇനി എന്ത് സീരിയസ് ആയിട്ടുള്ളതും പറ്റും. ഇത്രയും കാലം നിയാസ്ക്കയുടെ കോമഡി ആയിട്ടുള്ള ഒരു വേഷം നമ്മൾ കണ്ടെങ്കിൽ നിയാസ്ക്ക സീരിയസ് ആയിട്ട് ആരെങ്കിലും നല്ലൊരു വേഷം കൊടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിയാസ്ക്ക ചെയ്യും. കരച്ചിലൊന്നും അല്ല, കുറച്ച് റഫ്നെസ് ഉള്ള സാധനം ചെയ്യും. ഞാൻ ചെയ്യും. കാരണം എനിക്ക് ആ എന്ത് വേഷം തരുമ്പോഴും ഞാൻ അപ്പൊ ആലോചിക്കും എന്റെ വീട്ടിലത്തെ ബില്ല.
പിന്നെ വേഷം എനിക്ക് ഞാൻ ഈ ബില്ല് ഇങ്ങോട്ട് വരുമ്പോ എനിക്ക് എന്തും ചെയ്യാൻ പറ്റുന്നുള്ള ഒരു ധൈര്യം എന്റെ മനസ്സിൽ അത്യാവശ്യം ഞാൻ ഡാൻസ് ചെയ്യും. കാരണം ലോൺ ഇങ്ങനെ കറക്റ്റ് പോവില്ല നമ്മുടെ അക്കൗണ്ടിൽ. ഞാൻ ശബ്ദമൊക്കെ കേൾക്കാറുള്ളൂ ഇപ്പൊ, കാശ് കാണാറില്ല. ഇതിലേക്ക് വരും പറഞ്ഞിട്ട് അതിലേക്കും പോകും. അങ്ങനെ ഇഷ്ടമല്ല, ശബ്ദങ്ങൾ കേൾക്കുന്ന ഒരാളായ. അതെ, അപ്പൊ പിന്നെ കുഴപ്പമൊന്നുമില്ല, നമുക്ക് അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്? പിന്നല്ല ഒരു സാക്ഷനായിട്ട് ചോദിക്കണേ നിയാസിക്ക, എനിക്ക് ഇങ്ങനെ ഒരു വേഷം ചെയ്താൽ കൊള്ളാം എന്നാൽ ഞാൻ ഇതുവരെ അത് ചെയ്തിട്ടില്ല എന്ന് തോന്നിയ എന്തെങ്കിലും ക്യാരക്ടർ ഉണ്ടോ? സത്യം പറഞ്ഞ അങ്ങനെ ഉണ്ടാവുമല്ലോ, ഇല്ലാണ്ടിരിക്കുവോ? എന്തായാലും നമുക്ക് അത് ഇന്ന ക്യാരക്ടർ എന്നൊന്നും എനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. അത് നമുക്കൊക്കെ ചിലപ്പോ പെട്ടെന്നായിരിക്കും ചില സംഗതികൾ വരിക. ഇങ്ങനെ ഒരു ക്യാരക്ടർ ഇങ്ങനെ ചെയ്യാൻ അപ്പോഴാണ് നമുക്ക് അതിനെ കുറിച്ചൊരു തോന്നലുണ്ടാവുക. അല്ലാതെ മുമ്പേ പ്ലാൻ ചെയ്ത് ഇന്നൊരു ക്യാരക്ടർ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു സംഗതി നിലവില്. അതിലൊരു ഒരു കാര്യം എന്താ വെച്ചാല്, നമ്മൾ ഈ മറിമായം എന്നുള്ളൊരു പ്രോഗ്രാമില് ഇപ്പോ 14 വർഷമായി. അപ്പോ പല കാറ്റഗറി ഇതിലുള്ള ക്യാരക്ടേഴ്സ് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഏറെക്കുറെ കൊതി നമുക്ക് അഭിനയിച്ച് തീർക്കാൻ പറ്റിയിട്ടുണ്ട്. ഈ 14 വർഷവും ഡിഫറെന്റ് ആണ്. ഓരോ എപ്പിസോഡിലും എന്തെങ്കിലും ചെയ്യുക. വളരെ അപൂർവമാണ് അതില് ഒരേപോലത്തെ ക്യാരക്ടേഴ്സ് വന്നിട്ടുള്ളൂ. ഈ കോയ എന്നുള്ള ഒരു ക്യാരക്ടറൊക്കെ ചെയ്യുമ്പോൾ മാത്രമാണ്. ബാക്കി കോയയുടെ തന്നെ ഒരു 100 വേർഷൻ ഞാൻ ചെയ്തിട്ടുണ്ട്. കോയ ഓഫീസർ ആയിട്ടിരിക്കുമ്പോൾ അയാളുടെ ഒരു ശൈലി, അതല്ല കോയ ഒരു ആക്രി കച്ചവടക്കാരനാണെങ്കിൽ ആ ശൈലി, കോയ പ്രായമായിട്ടുള്ള ആളാണെങ്കിൽ ആ ശൈലി, അങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള കോയ ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് ചേഞ്ച് ആയിട്ട് ഒരുപാട് ക്യാരക്ടേഴ്സ് നമുക്ക് ഈ 14 വർഷത്തിനുള്ളിൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. നമ്മൾ ചെയ്ത് ഫലിപ്പിച്ചു എന്നല്ലാട്ടോ പറയണേ, എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എടുത്തിന്നത് എന്ന് പറയാൻ ഒരു സംഗതി ഇല്ല. വരുമ്പോ അങ്ങനെ ഒരു ചേഞ്ച് സംഗതി ഇപ്പൊ ഈ സിനിമയിൽ നമുക്ക് അങ്ങനെ ഒരു ചേഞ്ച് സംഗതി കിട്ടും. എനിക്ക് വലിയ സന്തോഷം തോന്നി. ഇപ്പൊ നേരത്തെ പറഞ്ഞില്ല, നമുക്കൊരു കോമഡി സീൻ അതല്ലാതെ മാറി വേറൊരു ക്യാരക്ടർ ചെയ്യാൻ വലിയ സന്തോഷമാണ്. അങ്ങനത്തെ ഒരു സംഗതി ഏറ്റെടുക്കാനും ചെയ്യാനും നമുക്കൊരു ചേഞ്ച് ട്രൈ ചെയ്യാനുള്ള. അപ്പൊ ഇതിൽ അങ്ങനത്തെ ഒരു ചാൻസ് എനിക്ക് സത്യത്തിൽ ഈ ഓഫ് റോഡില് 5 ദിവസത്തെ വർക്കേ ഉണ്ടായുള്ളെങ്കിൽ അത് എനിക്ക് വളരെ മനസ്സിന് നല്ല സന്തോഷം തോന്നിയ ക്യാരക്ടറാണ്. എന്തായാലും ഈ ക്യാരക്ടറൊക്കെ മലയാളികളെ ഏറ്റെടുക്കട്ടെ. എന്തായാലും നല്ല രീതിയിലുള്ളൊരു തുടക്കം ആവട്ടെ. തീർച്ചയായും. അതുപോലെ നിങ്ങൾ എങ്ങനെയാ പരിചയം, എങ്ങനെയാ പണ്ട് എങ്ങനെയാ പരിചയം? ഞാൻ ബേസിക്കലി സ്റ്റിൽ ഫോട്ടോഗ്രാഫറാണ്. അപ്പം ഞാനൊരു 10-15 വർഷത്തോളം ഫിലിം മാഗസിൻസിന് വീക്കിലികൾക്ക് വേണ്ടി പടം എടുക്കാൻ പോകും. അന്ന കാലം മുതൽ അറിയാം. പിന്നെ പഞ്ചായത്ത് തിയേറ്ററിൽ ഞങ്ങൾ ഒരുമിച്ച് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിലുണ്ടായിരുന്നു, പഞ്ചായത്ത് തിയേറ്ററിൽ ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു. പഞ്ചായത്ത് തിയേറ്ററിയുടെ ഇന്റർവ്യൂ എന്തായാലും അടിപൊളിയായിരുന്നു. കൗണ്ടറടി പാട്ടും ബഹളമായിട്ട് നമ്മൾ നിർത്തിയത്. അപ്പൊ എന്തായാലും അപ്പൊ ഇനിയിപ്പോ നമ്മൾ ഈ സിനിമ ഇനിയിപ്പോ തിയേറ്ററിലേക്ക് എത്താൻ പോവാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു ചെറിയൊരു ടീമിന്റെ ഒരു വലിയൊരു എന്താ പറയാ ഒരു കൂട്ടായ്മയിൽ എല്ലാവരുടെയും സപ്പോർട്ടോടുകൂടി വലിയൊരു എഫേർട്ട് എടുത്ത് ചെയ്തേക്കുന്ന ഒരു മൂവിയാണ്. അപ്പോൾ എന്തായാലും നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതിലെല്ലാം ഉണ്ട്, കോമഡി ഉണ്ട്, കഥയുണ്ട്, എല്ലാ മേഖലയിലും മിക്സ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും തിയേറ്ററിൽ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ സിനിമ എന്തായാലും ഒരു വലിയൊരു വിജയമാവട്ടെ. 2025 തുടക്കം മലയാള സിനിമയിലേക്ക് ഞങ്ങൾക്കൊരു ഗിഫ്റ്റായി മാറട്ടെ. എന്തായാലും സിനിമയ്ക്കും ഇതിലെ എല്ലാവർക്കും ഒരുപാട് ആശംസകൾ ഞങ്ങൾ അറിയിക്കുകയാണ്. എന്തായാലും ഒരുപാട് സന്തോഷം. എന്തായാലും വീണ്ടും കാണാം. താങ്ക് യു.